ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആപ്കി അദാലത്തിൽ നിന്ന് വരാൻ പോകുന്നത് സിനിമാ ലോകത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തിനെയാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ എൻജോയ് ചെയ്തിട്ടുണ്ട്, സ്നേഹം നൽകിയിട്ടുണ്ട്. കോമഡി ആണെങ്കിലും ട്രാജഡി ആണെങ്കിലും എല്ലാ ക്യാരക്ടറും ചെയ്യും. ആക്ഷൻ ആണെങ്കിലും ഇമോഷൻ ആണെങ്കിലും അദ്ദേഹം ചെയ്ത എല്ലാ റോളുകളും നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആണ്. ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇപ്പോഴും ആളുകൾ രസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചിരി പോലും ജനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. പ്ലീസ് വെൽക്കം ഹീറോ നമ്പർ 1 ഗോവിന്ദ. ഇന്ന് നമ്മുടെ ഈ വിചാരണയുടെ ജഡ്ജി ആരാണെന്ന് വെച്ചാൽ പ്രസിദ്ധനായ ജേർണലിസ്റ്റ്, റൈറ്റർ KG സുരേഷ് ആണ്. ആപ്കി അദാലത്തിൽ നമ്മുടെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് അതിനുവേണ്ടിയുള്ള അനുവാദം നമുക്ക് KG സുരേഷിനോട് തന്നെ ചോദിക്കാം. വിചാരണ ആരംഭിക്കാവുന്നതാണ്. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഗോവിന്ദയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഗോവിന്ദയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം ഭാഗ്യം കൊണ്ട് സൂപ്പർ സ്റ്റാറായ ആളാണെന്നാണ്. ഗോവിന്ദ, ജൂൺ 1986 ഒരു മാഗസിൻ എൻ്റെ കയ്യിലുണ്ട്. ഇതിലെ ഹെഡ്ലൈൻ എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണമുട്ടയിരുന്ന താറാവാണ് ഗോവിന്ദെന്ന്. ഇതിൽ എഴുതിയിരിക്കുന്നത് 21ാമത്തെ വയസ്സിൽ താങ്കൾ ആരാണെന്ന് ആർക്കും അറിയില്ലെന്നാണ്. പക്ഷേ 22ാമത്തെ വയസ്സിൽ ഇദ്ദേഹം 50 പടങ്ങൾ സൈൻ ചെയ്തു എന്നാണ്. ഇതുപോലെ മുംബൈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ സ്വർണ്ണമുട്ടയിടുന്ന താറാവായി മാറിയത്? ഇത്രയും പുകഴ്ത്തിന് ശേഷം എന്നെ അവസാനം താറാവെന്ന് വിളിച്ചത് കേട്ടില്ലേ? എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇതിനെല്ലാം കാരണം അമ്മയാണ്. മാതൃദേവോഭവ എന്നല്ലേ. എനിക്ക് ഈ ലഭിച്ചതെല്ലാം അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ അതിലും എടുത്തു പറയേണ്ടത് എൻ്റെ അമ്മ കാരണം കൊണ്ട് തന്നെയാണെന്ന് പറയാം. കാരണം എനിക്ക് 14 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ എന്നോട് ഗായത്രി മന്ത്രം എഴുതാനായിട്ട് പറഞ്ഞു. ഞാൻ 24 ലക്ഷം ഗായത്രി മന്ത്രം എഴുതി. എപ്പോഴും ഹീറോ ആയിരിക്കില്ലല്ലോ, പിന്നെയാണ് ഹീറോ ആണെന്ന് മനസ്സിലായത്. അതോടെ ജനങ്ങൾ പറഞ്ഞു ഇവൻ ഹീറോയെ പോലെ ഉണ്ടായി ഹീറോ ആയി മാറുമെന്ന്. അതൊരു അനുഗ്രഹമാണ്. പക്ഷേ ഞാൻ വിചാരിച്ചത് എനിക്ക് എങ്ങനെ ഒരു ഹീറോ ആകാൻ പറ്റുമെന്നാണ്. കാരണം എനിക്ക് നല്ല പേടിയും നാണവും ഒക്കെ ഉള്ള ഒരാളാണ്. സിനിമയിൽ അഭിനയിക്കുന്ന പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. ആദ്യത്തെ കുറ്റാരോപണം വളരെ നന്നായിരുന്നു. പക്ഷേ ഈ കുറ്റാരോപണം സത്യമാണെന്നും കള്ളമാണെന്നും പറയാം. പ്രൊഡ്യൂസറിന്റെ അടുത്ത് താങ്കൾ അഭിനയിച്ച വീഡിയോ കാസറ്റ് പോയി ചേരുവാൻ താങ്കൾ ജോലിക്കാർക്ക് കൈക്കൂലി കൊടുത്തെന്നുള്ള കാര്യം സത്യമാണോ? അത് വലിയ വലിയ ആൾക്കാർക്ക് സമയമില്ലല്ലോ. അവരെ അത്ര പെട്ടെന്നൊന്നും പിടിക്കാൻ കഴിയില്ല. അവരുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഈ ഇത്രയും ഹൈറ്റ് വേണം, ഇത്രയും കളർ ഉണ്ടാവണം, അതുപോലെ പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ഹീറോ ആകാം. ഹീറോയുടെ വോയിസ് അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതായത് പാവങ്ങൾക്ക്, കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന ആൾക്കാർക്ക്, അതായത് ഒരു പാവത്തിന് മാത്രമേ മറ്റൊരു പാവത്തിൻ്റെ മൈൻഡ് സെറ്റ് അറിയാൻ പറ്റൂ. അതായത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. പിന്നെ അതായത് ആദ്യത്തെ പടം ചെയ്യുന്ന സമയത്ത്, അതും റൊമാൻറ്റിക് സീൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് വിറച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞല്ലോ. അതിനു മുമ്പ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടേ ഇല്ല.
ആ, എനിക്കല്പം ഭക്തി കൂടിപ്പോയത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് പോലും നോക്കിയിട്ടില്ല. അതിനുശേഷമുള്ള അവസ്ഥ എന്തെന്ന് വെച്ചാൽ ആദ്യം എനിക്ക് ഭക്ഷണമില്ലായിരുന്നു, പിന്നെ അതിനുശേഷം വലിയൊരു ബഫറ്റ് തന്നെ കിട്ടി. ഒരു ദിവസം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് സരോജി, ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവര് മൈക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ എന്താ പേടിച്ചിരിക്കുന്നത്, ഇതുവരെയായിട്ട് നീ പെണ്ണുങ്ങളെ തൊട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാനിപ്പോ അവരോട് മാഡം ഞാനിതുവരെയായിട്ടും റൊമാൻസ് ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. എന്താ, ഒരു പ്രാവശ്യം പോലും ടച്ച് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാനപ്പോ ഇല്ല മാഡം അങ്ങനെയൊന്നും തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് ഞാനൊരിക്കലും ആലോചിച്ച് പോലും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഗായത്രി മന്ത്രം വായിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ആ, അവർക്കൊരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. അവരുടെ പേര് രാജലക്ഷ്മി, കർണാടകക്കാരിയാണ്. അവരെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിനൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് മനസ്സിലാക്കി തരികയെന്ന് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അവരെന്നെ ഒരു കടൽ തീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവര് ഗോവിന്ദ് ഓടിവാ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നു പറഞ്ഞു. അപ്പോ എന്റെ കൈകാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. ടെൻഷനായി. അതിനുശേഷം അവരെന്നോട് കടലിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സ്വിമ്മിങ് അറിയില്ല. സാരമില്ല വാന്നും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഞാൻ ഷൂട്ടിംഗ് തുടങ്ങിയ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ, അതായത് ഞാൻ റൊമാൻസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ പെണ്ണുങ്ങൾ പേടിക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നീട് താങ്കളുടെ പാട്ടുകളെല്ലാം ഒരു ഇൻസ്പിറേഷനായിട്ട് എടുക്കാൻ തുടങ്ങി. ആ, ആ. ആ, എന്റെ പടത്തിലെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ അല്ലേ? എല്ലാ പാട്ടും വളരെ വിശുദ്ധമായിരിക്കും. സർക്കാലോ കട്ടിയ ജാലകേ മിർച്ചി ലഗേ തു മേ ക്യാ കരൂം, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ വളരെ സാധാരണമായിരുന്നു. പിന്നീട് അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നടന്നു. അതൊക്കെ സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു. താങ്കൾ സ്റ്റോറി ഒന്നും കേൾക്കാതെ, ആ പടത്തിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ താങ്കൾ ആ പടത്തിൽ സൈൻ ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? ആ അതെ സർ. ആ സമയത്ത് ഞാൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നൊരു പയ്യനാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് ജോലികളും ലഭിച്ചു. ഒരുപാട് കാശ് വരുന്നു. അല്ലെങ്കിൽ എന്താ കഥ, എന്താ നടക്കുന്നത്, ആർട്ടിസ്റ്റ് ആരൊക്കെയാണ്, ഇതൊക്കെ ചോദിക്കണമെന്ന് വിചാരിച്ചു. എന്റെ അമ്മ എൻ്റെ അടുത്ത് പറയുന്നത്, ഗോവിന്ദ്, സിനിമയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മോനെ. മനുഷ്യൻ കഷ്ടപ്പാടുകളിൽ ജോലി അന്വേഷിക്കും. പിന്നീട് അത് നേടിയ ശേഷം ജോലിയിലെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കും. അതുകൊണ്ട് നിനക്ക് ജോലി കിട്ടി. നീ നിന്റെ ഭഗവാനിൽ വിശ്വസിക്കേ. ജോലി ചെയ്തുകൊണ്ടേയിരിക്കേ, കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കേ. നീ ചെയ്യുന്ന ജോലിയിൽ നീ സത്യസന്ധനായിരിക്കേ. അതുകൊണ്ട് ജോലിയിൽ എപ്പോഴും സത്യസന്ധനായിരിക്കണം. എന്താ ചെയ്യുന്നത്, എന്തിനാ ചെയ്യുന്നതെന്നുള്ള ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഒരുപാട്. പക്ഷേ ഏത് സീൻ ചെയ്യണമെന്ന് സെറ്റിൽ പോയി ചോദിക്കുമെന്ന് കേട്ടു. അതെ സാർ, സെറ്റിൽ ചെന്ന ശേഷമേ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുകയുള്ളൂ. ചില സമയത്ത് താങ്കൾക്ക് അനുയോജ്യമായ രീതിയിൽ സീൻസ് ഒക്കെ മാറ്റുമെന്ന് കേട്ടു. അത് സത്യമാണോ? പടം നിങ്ങൾക്ക് വേണ്ടിയാണോ അതോ പബ്ലിക്കിന് വേണ്ടിയാണോ എടുക്കുന്നതെന്ന് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. അവര് അല്ല പബ്ലിക്കിന് വേണ്ടിയാണ് പടം എടുക്കുന്നതെന്ന് പറയുവാറുണ്ടായിരുന്നു. പടം ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഓടാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. ആളുകൾക്ക് എന്താണോ കൺവിൻസ്ഡ് ആകുന്നത് അതെടുക്കാൻ ഞാൻ പറയാറുണ്ടായിരുന്നു. ആ ക്യാരക്ടർ താങ്കൾ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അതായത് കൂലി നമ്പർ 1-ലെ ക്യാരക്ടർ താങ്കൾ ഐഡിയ ചെയ്തതല്ലേ? എങ്ങനെയാണ് വന്നത്? പടങ്ങളിൽ ചെയ്ത ക്യാരക്ടർ എല്ലാം തന്നെ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിരുന്നു. ആ ക്യാരക്ടേഴ്സൊക്കെ എൻ്റെ ജീവിതത്തിൽ എവിടേക്കോ വെച്ച് കണ്ടുമുട്ടിയതായിരുന്നു. ഈ ക്യാരക്ടറെ ഞാൻ ഏതോ ഒരു സ്ഥലത്ത് ഫംഗ്ഷന് പോകുന്ന സമയത്താണ് കണ്ടുമുട്ടിയത്. കണ്ണെല്ലാം വലുതായിട്ട് ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയതായിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ കണ്ട് അവൻ്റെ കണ്ണുകളിൽ തന്നെ തറച്ചു നിന്നു. സോ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇതുപോലുള്ള സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാഴ്ച കണ്ട് ഇയാളൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണെന്ന് തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാൻ വന്നപ്പോഴേക്കും പോലീസ് വന്നു. ആരാടാ നീ, എന്തിനാ ഇവിടെ വന്നതെന്ന് പോലീസ് ചോദിച്ചു. ആ പോലീസുകാരൻ, ഏയ് ആരോടാണ് ദേഷ്യപ്പെടുന്ന ചോദിച്ചു. അയാള്
ഞാനെന്ത് ചെയ്യാൻ പറ്റും, എന്റെ കണ്ണുകൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാനെന്താ വിചാരിച്ചെന്ന് വെച്ചാ ക്യാരക്ടർ അടിപൊളിയാണെന്ന് തന്നെയാണ്. വെരി ഗുഡ്. നമ്മളെത്ര വലിയ ആർട്ടിസ്റ്റ് ആണെന്ന് അവൻ അറിയില്ലല്ലോ. അവിടെ നിന്നിട്ട് ആ ക്യാരക്ടറാണ് ഹിറ്റായത്. ഞാൻ കാതർക്കാജിനൊപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ടിംഗ് നിന്നുപോയി. കാരണം അത് സമയം ഒരുപാടായി. 8 മണി 9 മണിയോളം ആയിരുന്നു. എന്താ ഗോവിന്ദ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, സമയം ഒരുപാടായി, സീൻ ഇതുവരെയായിട്ട് നമുക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇതെന്താ സാർ എല്ലാ ക്യാരക്ടറും ഒരുപോലെ ഇരിക്കുന്നത്? നിങ്ങൾ ഫാദർ, ഞാൻ സണ്ണ്, നിങ്ങൾ അമ്മായിപ്പൻ, ഞാൻ മരുമോൻ, എല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാ പടവും ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് ഈ ക്യാരക്ടർ ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറിന് വിരോധമില്ലെങ്കിൽ ഞാനൊരു ആക്ടിങ് ചെയ്ത് കാണിക്കട്ടെ എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ സീൻ ഷൂട്ട് ചെയ്തത്. അതിനുശേഷം ഈ സീൻ ഹിറ്റായി. അത് ആഫ്റ്റർ 9 hours, എക്സാക്ട്ലി 9 hours കൂലി നമ്പറും ഷൂട്ടിംഗ് തുടങ്ങി. പഞ്ചാബി ക്യാരക്ടർ താങ്കൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് മുടിയൊക്കെ വെളുത്ത്. ഹസീന മഞ്ചായകി. അതെ. അത് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ക്യാരക്ടർ ഈ സ്റ്റോറിക്ക് ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അയാളുടെ അടുത്ത് എന്ത് ചോദിച്ചാലും അയാൾ വേറെ രീതിയിലാണ് മറുപടി പറയുന്നത്. അയാളും അങ്ങനെ തന്നെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് അറിയില്ലായിരുന്നു അയാൾ അങ്ങനെയാണെന്നുള്ള കാര്യം തന്നെ. എല്ലാം അസാധാരണമായിരുന്നു. എന്താണെന്നതിന് പകരം എന്താണ്, എന്താ ചെയ്യുന്നത്, എന്താ സംസാരിക്കുന്നത്, കാശ് വരുന്ന എണ്ണി കാശ് വരുവോടാ. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ ഇത് കൊള്ളാലോ, അടിപൊളി. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇയാളുടെ കൂടെ ടൈം പാസ് ചെയ്യുന്നത് വളരെ നല്ല രസമായിരിക്കുമല്ലോ എന്ന് ഓർത്തു. സാർ എന്തുപറ്റി സാർ, എന്താ വഴക്ക് പറയുന്നതെന്ന് ചോദിച്ചു. ആരുടാ നീ? അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട്, ഞാൻ താവനിയുടെ സഹോദരനാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ വന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അത് ശരി, അവള് നിന്റെ സഹോദരിയാണോ? അത് കൊള്ളാലോ. അവൾ എനിക്ക് റൊട്ടി തന്നില്ലല്ലോ. ഒരുപാട് നേരം കാത്തു നിന്നിട്ടും അവൾ എനിക്ക് റൊട്ടി തന്നതേ ഇല്ല. അപ്പോ എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ നല്ല ക്യാരക്ടർ ആണെന്ന് ഓർത്തു. ആ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെയായിരുന്നു. സഞ്ജയ് സാറും അവിടേക്ക് എത്തി, അതോടൊപ്പം ബാക്കിയുള്ള ആർട്ടിസ്റ്റും ഒക്കെ എത്തി. അപ്പോ ഞാൻ ആലോചിച്ചു, ഇത് കൊള്ളാലോ, ഈ പഞ്ചാബി അടിപൊളിയാണല്ലോ എന്ന്. അപ്പോ ചിറ്റപ്പന് റോൾ ഉണ്ടായിരുന്നു. ആ റോൾ അദ്ദേഹം നന്നായി ചെയ്തു. ഒരു നോക്പേഡയുടെ ക്യാരക്ടർ താങ്കൾ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടു. അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞു. അതായത് ഒരു സ്ഥലത്തിന്റെ പേരാണ് നാഗ്പാഡ. ആ ഭാഷയിലുള്ള എല്ലാ വാക്കുകളും വളരെ രസകരമായിരുന്നു. അവരുടെ ലാംഗ്വേജ് എനിക്ക് വളരെയധികം ഇഷ്ടമായി. അത് എന്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്തുകൂടാന്ന് ഞാൻ ആലോചിച്ചു. ഒരുപാട് നാളുകൾ ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് ഒരു സീനെങ്കിലും ഇതുപോലെ ഈ ഭാഷയിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റുമെന്ന് ചിന്തിച്ചു. സതീഷ് കൗശി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തയ്യാറായിട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഡയലോഗ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും റെഡിയാക്കി, ബാക്കിയുള്ള ആൾക്കാരും റെഡിയായിരുന്നു. അപ്പോഴൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് എനിക്കെൻ്റെ എക്സസൈസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം ആവശ്യമുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡയലോഗൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ആ ഡയലോഗൊക്കെ അവിടെ വെച്ച് എഴുതി. അപ്പോൾ അവിടെ ഈ കാര്യം ഇവിടെ ആപ്കി അദാലത്തിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും പറയാം, എന്തുകൊണ്ട് പറ്റില്ല. ഇത് ജനങ്ങളുടെ അദാലത്താണ്. അവർക്ക് ഓക്കെ ആണെങ്കിൽ താങ്കൾക്ക് പറയാം. ഓക്കെ അല്ലേ? ജഡ്ജി സാർ എന്നെ ഒന്നും പറയില്ലായിരിക്കും അല്ലേ? हटा सावन की घड़ा खाक हो जा, पत्ती बुझा के सो जा गया, निंटकले पिंटुकले मंटी में खड़े लिए अंटी बजा ली बार बार घंटी, कुल्ला घुमा के पश्चिम को पलट ले, बहुत हो गया फुटले फटले छाड़ा बन गया. പിന്നെ ഒരേ സമയത്ത് താങ്കൾ ധാരാളം പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു. അപ്പൊ താങ്കൾക്ക് പ്രൊഡ്യൂസേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള സമയം ഒരിക്കലും ലഭിക്കില്ല അല്ലേ? അപ്പൊ അവരെ എങ്ങനെ കണ്ടുപിടിക്കും? ഒരുപാട് പ്രൊഡ്യൂസർമാരെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് നല്ല പ്രൊഡ്യൂസർമാരൊക്കെ ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർമാരല്ലാത്തവർ പോലും പ്രൊഡ്യൂസർമാരായി മാറി. അതായത് ഫൈനാൻസറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് സെറ്റിലേക്ക് കൂട്ടിക്കൊണ്ട് വരും. ആ സെറ്റിൽ അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് പറയും.
അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ നടക്കണം, കുറച്ച് സ്നേഹമൊക്കെ കാണിക്കണം, നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉള്ളതുപോലെ കാണിക്കണം. അല്ല, എന്താ നിങ്ങളുടെ കാശില്ലെന്ന് ഞാൻ ചോദിക്കും. കാശ് വന്നോണ്ടല്ലേ നിങ്ങളും ഞാനും ഒക്കെ വന്നത്. നമ്മളിപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ഈയിടെ കാശില്ലാതെയാണോ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചു. ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ടോപ്പിലുള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ അവർക്ക് വിചാരിച്ചത് ഇവൻ വലിയൊരു ഹീറോയാണ്, ഇവൻ എങ്ങനെ വരും, ഇവന് തീരെ സമയമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു. അതുകൊണ്ട് അവർ എൻ്റെ അടുത്തേക്ക് വന്നില്ല. വന്നവരൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് 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 ഞാൻ ഇങ്ങനെ വന്ന് പെട്ടുപോയല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ശരിക്കും ദിലീപ് സാറിനോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹമാണ് ആദ്യം എന്നോട് ഇത് പറഞ്ഞത്, ഗോവിന്ദ് ഈ 25 സിനിമയൊക്കെ വിട്ടേക്കാൻ. എന്തോന്ന് 25 സിനിമകൾ ഞാൻ വിടണമെന്നോ? കാശൂടെ കിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ചു. അതിനുശേഷം ഉറപ്പായിട്ടും നിനക്ക് സിനിമകൾ കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യം ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്യുന്നത് നിർത്തണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ 25 സിനിമകൾ ഉപേക്ഷിച്ചു. ആ സമയത്ത് എനിക്ക് ഇതുപോലുള്ള പ്രൊഡ്യൂസേഴ്സിനെയാണ് കിട്ടിയത്. അതായിരുന്നു സത്യം. അതുപോലുള്ള പടങ്ങളൊക്കെ വിട്ടിട്ട് ഞാനൊരു 49 മൂവീസ് ചെയ്തു. താങ്കൾ പല പ്രാവശ്യം സെറ്റിൽ തന്നെ ഉറങ്ങിയതായിട്ട് ഞാൻ കേട്ടു. സർ, ഞാൻ എവിടെ ഉറങ്ങും സർ? എൻ്റെ ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഹീറോ ആയ സമയത്ത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് പറയാം. അപ്പോൾ എൻ്റെ കണ്ണുകൾ നിങ്ങൾ കാണുകയായിരുന്നെങ്കിൽ ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ പോലെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് എനിക്ക് ഒരു ജോലി കിട്ടി. അപ്പോൾ 15 ദിവസത്തോളം ഇങ്ങനെ ഷൂട്ടിംഗ് തുടർന്നുകൊണ്ടേയിരിക്കും. കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഞാൻ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. 1 മണിക്കൂർ 2 മണിക്കൂറാണ്, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് തന്നെ പറയാം. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവനെന്താണ് ഇത്ര ഭയങ്കര എനർജി എന്ന് എല്ലാവരും ചോദിച്ചു. ഈ പ്രോഗ്രാം കാണുന്ന യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ യോഗ പ്രാണായാമമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അതുമൂലം ലഭിക്കുന്ന പവറും എനർജിയൊക്കെ വളരെയധികം വ്യത്യസ്തമാണ്. ജിം ചെയ്യുന്നത് ഡിഫറൻ്റ് ആണ്, പക്ഷെ പ്രാണായാമം ചെയ്യുന്ന ആളിന് എല്ലാം വളരെ ഈസി ആയിരിക്കും. ഒരാൾ ചെയ്യുന്നത് എല്ലാം വളരെ ഈസി ആണെങ്കിൽ അയാൾക്ക് അങ്ങനെ ക്ഷീണം ഉണ്ടാവില്ല. സോ ഞാൻ എത്ര നേരം ഇരുന്നാലും ക്ഷീണം ഉണ്ടാവില്ല. അതെ, അതാണ് സംഭവിച്ചത്. ഞാൻ ഉറങ്ങിയിട്ടില്ല. അങ്ങനെയിരുന്നും ഫിലിം ഇൻഡസ്ട്രിയിൽ പലരും താങ്കളെ ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. അവരെന്നെ ബി ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗ്യമാണ്. എ ഗ്രേഡ് ആയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിപ്പിച്ചേനെ. ഈ പറഞ്ഞതിന് വളരെ നന്ദി സർ. കാരണം അവർ വല്ലാതെ പേടിപ്പിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ പടം ഫ്ലോപ്പായെങ്കിലും ഉണ്ടല്ലോ, അതിനുശേഷം നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കും. നിന്റെ സ്വരം തീരെ മോശമാണ്, നിന്റെ വോയിസ് ശരിയല്ല, നീ നടക്കുന്നത് ശരിയല്ല, ഇങ്ങനെ നടന്നു വാ, നിന്റെ ബോഡി ഒന്നിനും കൊള്ളില്ലല്ലോ. ഹീറോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം? നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കണം. പൊക്കം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഹീൽസ് ഒക്കെ ഇടൂ. മനുഷ്യന് വല്ലാത്തൊരു കോംപ്ലക്സിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മൾ ചിലപ്പോൾ പേടിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകും. അഥവാ പടം ഹിറ്റാണെങ്കിലോ? ഹിറ്റൊക്കെ ആയി, പക്ഷെ ശരിയായില്ല. അതെന്താ ശരിയല്ലാത്തത്? പിന്നെ അടുത്ത പടം ഹിറ്റാകുകയാണെങ്കിൽ, നല്ല പോപ്പുലർ ആണെങ്കിൽ അപ്പോഴും നല്ല രസമായിരിക്കും. ഇത് വെറുതെ നിന്റെ ലക്കാണ്. ഇല്ലെങ്കിൽ നിനക്കൊന്നും കിട്ടില്ല. നിനക്ക് അത്രയ്ക്ക് ടാലന്റ് ഒന്നും ഇല്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ശരി ശരി എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോകും. പക്ഷെ താങ്കൾക്ക് അവാർഡ് ലഭിച്ചിട്ടില്ലെന്ന് ഫീൽ ചെയ്തിട്ടില്ലേ? ദയവേദി എന്നോട് ക്ഷമിക്കൂ സർ. മാപ്പ് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിന് മറുപടി പറയാൻ പേടിയാവുന്നു. ഞാൻ മറുപടി പറയണോ? ഞാൻ ഇനിയും വാങ്ങിച്ചിട്ടില്ലേ. കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല അത്. അതായത് പടത്തിന് കിട്ടുന്ന അവാർഡ് എന്നൊക്കെ പറയാറില്ലേ, അത് പലർക്കും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇത്രയും പടം ഹിറ്റാവുന്നു, പിന്നെ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് എല്ലാ പടം ഹിറ്റായിട്ടും അവാർഡ് കിട്ടാത്തത്? അതിനുശേഷമാണ് മനസ്സിലായത് ഇതൊക്കെ ആ രീതിയിലാണ് അവാർഡ് കിട്ടുന്നതെന്ന്. സോ അവരുടെ പോക്കറ്റിൽ നിന്നും കാശെടുത്ത് അവര് ഇങ്ങനെയാണ് അവാർഡൊക്കെ വാങ്ങുന്നതെന്ന്. ഓ, ഇതാണോ സംഭവം? അതിനുശേഷം അവർ അവാർഡ് ഫംഗ്ഷൻ വിളിച്ചാലും ഞാൻ പോകാറില്ല. പെർഫോമൻസ് ആണ് വേണ്ടതെങ്കിൽ കാശ് തരൂ, ഞാൻ വന്ന് പെർഫോമൻസ് ചെയ്തിട്ട് പോകാമെന്ന് പറയും. സോറി, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അതോർത്തൊന്നും ഞാൻ വിഷമിച്ചിട്ടേ ഇല്ല. താങ്കൾക്ക് ഗദാർ എന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി അവാർഡ് ലഭിക്കുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ആ അവാർഡ് വേണ്ടാന്ന് താങ്കൾ പറഞ്ഞതായി ഞാൻ കേട്ടു. ആനന്ദ് ശർമ്മ എന്നോട് ആ കഥ പറയുന്ന സമയത്ത് അതിൽ കുറെ മോശമായ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു.
ഞാൻ സാധാരണ രീതിയിൽ ആരോടും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളെ അല്ല. പക്ഷെ അതിൽ ആ നാട്, ഈ നാട്, ആ സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നോട് ചില കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഗോവിന്ദ്, നിന്നെപ്പോലെ മറ്റൊരു ഗോവിന്ദ് ഇല്ല. അതുകൊണ്ട് നീ ഹാർഡ് വർക്ക് ചെയ്യേ, വെറുതെ ആവശ്യമില്ലാതെ ഇതുപോലത്തുള്ള റിസ്ക് ഒന്നും എടുക്കണ്ട എന്നും പറഞ്ഞു. പക്ഷെ ആർക്കും ഒരിക്കലും ഇങ്ങനെ തോന്നാൻ പാടില്ല. ഇദ്ദേഹം സ്റ്റാർ ആണ്, അതുകൊണ്ട് എക്സ്ട്രാ സ്റ്റണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതുപോലെ ഇങ്ങനെ കളിചിരി മാഷയൊക്കെ ആയിട്ട് ഡാൻസ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ അത് ഗോവിന്ദയാണ്. ഡാൻസ് ചെയ്യേ, പാട്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ആ പടം ചെയ്തില്ല. അതിൽ വളരെ മോശം കാര്യങ്ങളുണ്ടായിരുന്നു, അതിവിടെ എനിക്ക് പറയാൻ പറ്റില്ല. എസ് ചോപ്രയുടെ ചാന്ദിനിയും നിങ്ങളുടെ അമ്മ വേണ്ടെന്ന് പറഞ്ഞു. അത് ഞാനാണ് വേണ്ടത് പറഞ്ഞത്. ചാന്ദിനി പടത്തിൽ എന്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ഒരു ഹാൻഡിക്യാപ്റ്ററാണ്. ഞാനെങ്ങനെ ഇതിനകത്ത് അഭിനയിക്കുന്നു ചിന്തിച്ചു. ഇതെനിക്ക് ശരിയായി വരില്ല സാർ. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാർ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റാണ്, അതുകൊണ്ട് തന്നെ ഈ പടം ഓടുമെന്ന് ഞാൻ പറഞ്ഞു. സോ അങ്ങനെയാണ് നടന്നത്. മറ്റൊരു വലിയ ഡയറക്ടർ താങ്കളെ ഷാരൂഖ് ഖാന്റെ ദേവദാസ് പടത്തിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചെന്ന് കേട്ടു. ചുനിലാലിന്റെ റോൾ. എനിക്ക് ആ ചുനിലാലിന്റെ റോൾ സെറ്റ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിലവരെ കുടിപ്പിച്ചിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ കാര്യം ഇതായിരുന്നു. ആ സമയത്ത് ഞാൻ കരുതി നല്ല ക്യാരക്ടർ റോളുകളാണ്, ഓക്കെ സാരില്ല, ടോപ്പ് ഡയറക്ടറുടെ പടമല്ലേ ചെയ്യാന്ന് കരുതി. പക്ഷെ ഈ ക്യാരക്ടർ റോളിലൊക്കെ തരുന്നത് എന്നെ മുകളിൽ നിന്നും താടി ഇറക്കാനാണെന്ന് ഞാൻ കരുതി. അതിനുശേഷം ഷാരൂഖിനോട് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാൻ പറഞ്ഞു. ഒരുപക്ഷെ സുഹൃത്തായിട്ട് ഈ പടത്തിൽ ഞാൻ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ ഉറപ്പാടും ചെയ്യാന്ന് ഞാൻ പറയും. പക്ഷെ ഇങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറയും. നിങ്ങൾ സ്റ്റാറാണ്, ടോപ്പ് ഡയറക്ടറാണ്, ഇതുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. സോറി, എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഷാരൂഖിനെ വളരെ ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുമിച്ച് പടമൊന്നും അഭിനയിച്ചിട്ടില്ല. ഷാരൂഖ് സാർ വളരെ അതിശയിപ്പിക്കുന്നൊരു മനുഷ്യരാണ്. നല്ല ബഹുമാനമൊക്കെ തരും, നല്ല വിവരമുള്ള ആളാണ്. സുഭാഷ് ഘൈ താങ്കൾക്ക് താളിലൊരു ഓഫർ ചെയ്തിരുന്നു, പിന്നീട് അനിൽ കപൂർ അത് ചെയ്തു. സാർ, ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ താൽ എന്ന ടൈറ്റിൽ ചേഞ്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ടൈറ്റിൽ എനിക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഏത് ജോത്സ്യനാണ് ടൈറ്റിൽ നല്ലതല്ലെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. പടം നന്നായിട്ടൊക്കെ ഓടി, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഹോളിവുഡിലൊരു വലിയ സിനിമയുടെ ഹീറോ ക്യാരക്ടർ പോലും താങ്കൾ വേണ്ടെന്ന് പറഞ്ഞെന്ന് കേട്ടു. അത് സത്യമാണോ? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അവതാർ ടൈറ്റിൽ ഞാനാണ് കൊടുത്തത്. അത് വലിയൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. നിങ്ങളുടെ പടം നന്നായിട്ട് ഓടുന്നു വരെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. 7 വർഷം കൊണ്ട് ഈ പടം ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അതൊരിക്കലും സാധ്യമല്ല, ഇതെന്റെ ചിന്തകളായിരുന്നു. അതുകൊണ്ട് അവരെന്നോട് കുറച്ച് ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ഓർത്തത് അവന്റെ നാട്ടിൽ നിന്ന് അവനെ കുറ്റം പറയുകയാണെന്ന്. സോ അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. 7 വർഷത്തിനുള്ളിൽ പടം തീർക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ എന്നോട് പറയാൻ പറ്റുമെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അവതാറിലെ കഥാപാത്രങ്ങളുടെ മുഖമൊക്കെ കുറച്ച് വികൃതമായിരുന്നു. ഈ അവതാറൊക്കെ ദൈവത്തിൻ്റെ ഒരു പാതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ഉറപ്പാടും ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനത്തെ ഒരാളാണെന്ന് വെച്ചാൽ ഫുൾ ആയുർവേദ, പതഞ്ജലി ഇങ്ങനെയൊക്കെയാണ് ഞാൻ. അതായത് പ്രകൃതി ചികിത്സയാണ് കൂടുതലും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദേഹം മുഴുവനും കളർ ചെയ്തോളൂ എന്ന്. ഞാൻ പറഞ്ഞു എന്നെക്കൂടെ പറ്റില്ല, സോറി എന്ന്. ക്ഷമ ചോദിക്കുന്നു ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു. അത് മാത്രമല്ല ഈ പടം സൂപ്പർ ഹിറ്റാകുമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു 8ാമത്തെ വർഷമാണോ 9ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു പടം സൂപ്പർ ഹിറ്റായി. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്ത് ചെയ്താലും ശരി, അത് താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ ചെയ്യുള്ളൂ. അതാ പാട്ട് തന്നെ ഉണ്ടല്ലോ സാർ, ആ പടത്തിലെ പാട്ട്. ശരി, അടുത്ത കുറ്റാരോപണത്തിനുവേണ്ടി കാത്തിരിക്കുക. ഒരു ചെറിയ ഇടവേള നമുക്കെടുക്കാം. അതിനുശേഷം ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഗോവിന്ദയോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരം അദ്ദേഹം നൽകും. പിന്നെ താങ്കളെക്കുറിച്ച് മറ്റൊരു കാര്യവും പറയുന്നുണ്ട്. താങ്കളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലും വളരെ വ്യത്യസ്തമാണെന്ന്. മഞ്ഞൾ കളർ കോട്ട്, പർപ്പിൾ കളർ ഷർട്ട്, പിന്നെ വെള്ള കളർ ഷൂ. നിങ്ങൾ ഇപ്പോൾ വരുന്ന സിനിമകളൊക്കെ കാണാറുണ്ടല്ലോ. ഞാൻ ഡ്രസ് ഇട്ടിരിക്കുന്നത് കണ്ട് നിങ്ങളൊക്കെ എനിക്ക് നന്ദി പറയൂ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥി ഹീറോ നമ്പർ 1 ഗോവിന്ദ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ
ഫിലിം സ്റ്റാർ ഗോവിന്ദയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യുന്നു. താങ്കളുടെ ഒരു പാട്ട് പോലും ഉണ്ടല്ലോ, ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും എന്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യും. അങ്ങനെ പടത്തിൽ ചെയ്യുന്നതെല്ലാം താങ്കളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് ചെയ്യുന്നത്. ആരും പറയുന്നത് കേൾക്കില്ല. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നത് ഈ ബോട്ട് എങ്ങനെ മുക്കാൻ പറ്റുമെന്നാണ്. അതായത് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പടത്തിൽ കമ്മിറ്റായി കഴിയുകയാണെങ്കിൽ വളരെ മോശമായ സീനുകളൊക്കെ ആയിരിക്കും തരുന്നത്. ആളുകൾ ഇത് കണ്ട് മോഹം തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതുപോലെ സിനിമകളൊക്കെ എത്രയും പെട്ടെന്ന് ബാൻ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കും. പക്ഷെ വേറെ നല്ല കാര്യമുണ്ട്, വളരെയധികം പബ്ലിസിറ്റി കിട്ടും. പക്ഷെ ഇതൊക്കെ എന്തൊരു പബ്ലിസിറ്റിയാണ്? എന്തിനാണ് ഇതൊക്കെ? ഇതുപോലെയുള്ള സീൻസ് ആണ് താങ്കൾ മാറ്റുന്നത്? മൊത്തമായിട്ടും മാറ്റിയ ഏതെങ്കിലും സീൻസ് ഉണ്ടോ? എക്സാമ്പിൾ? അത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് സാർ. ഞാൻ നിങ്ങളുടെ മാപ്പി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്. അമിതാഭ് ബച്ചൻ സാർ പോലും ബിഡേമിയ ചോട്ടാമിയ ആരംഭിക്കുമ്പോൾ ആ പടം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ കരുതി. കാരണം ആ സമയത്താണ് എൻ്റെ അമ്മ മരിച്ചത്. ഫിലിം ഇൻഡസ്ട്രി വിട്ട് പുറത്തു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ വളരെയധികം വേദനയിലിരുന്ന സമയത്ത് ഈ പടം മുഴുവൻ കോമഡിയും ചിരിയായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ അമിതാഭ് ബച്ചൻ സാറിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പടമായിരുന്നു. എങ്ങനെയെങ്കിലും ആ പടം ഓടണമെന്ന് കരുതി. അതുമാത്രമല്ല, ആ പടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീനും ഉണ്ടായിരുന്നു. ആ പടം കണ്ടാൽ നിങ്ങളെന്താ മുഗൾ രാജാവാണെന്നും ഞാനെന്താ അനാർക്കലിയാണെന്നും നിങ്ങൾ വിചാരിച്ചു. എന്തിനാ എന്നെ കൂടെ ഇത്രയും ഡാൻസ് കളിപ്പിക്കുന്നേ? ഇത് എപ്പോഴാണ് എഴുതിയതെന്ന് വെച്ചാൽ ഞങ്ങളൊരു 2-3 ദിവസത്തേക്ക് ബാക്കപ്പിലായിരുന്നു. അപ്പോഴാണ് ഞാനിത് എഴുതിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഗോവിന്ദയുടെ ആഗ്രഹമാണെന്ന്. ഗോവിന്ദ് പറഞ്ഞ ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർമേഷ് മൽഹോത്രയുടെ പടം ദുലേ രാജ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫുൾ പടം കോമഡിയാണ്, പാട്ടുകളൊക്കെ അടിപൊളി. ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ മിഷൻ എടുത്തുകൊണ്ട് ആളുകളൊക്കെ വരുന്നു. ഇവരൊക്കെ എന്തിനാണ് വരുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ് വില്ലൻസിനൊക്കെ ഹയർ ചെയ്തെന്ന്. വില്ലൻസ് ഹയർ ചെയ്യുമെന്നോ? ഇതൊരു കോമഡി പടമല്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. പടം ഫുള്ള കോമഡിയാണ്. ഇതിൽ പ്രേം ചോപ്ര സാറുണ്ട്, അതുപോലെ മനീഷ് ഉണ്ട്, പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പടത്തിൽ ഫൈറ്റിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ക്ലൈമാക്സ് ഒക്കെ നമുക്ക് കോമഡി എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം ക്ലൈമാക്സ് ഒക്കെ മാറ്റി എഴുതി. അതിലുണ്ടായിരുന്ന ആക്ഷൻസ് എല്ലാം തന്നെ അവരെല്ലാം ചേർന്ന് ക്യാൻസൽ ചെയ്തു. ഫൈറ്റേഴ്സിനെയൊക്കെ വിളിച്ച് അവരുടെ കാശ് വാങ്ങിക്കണം പറഞ്ഞു. എന്നെ വഴക്ക് പറയില്ലെന്നും ഞാൻ പറഞ്ഞു. പിന്നെ പടം ഷൂട്ട് ചെയ്തു. പടം സൂപ്പർ ഹിറ്റായിരുന്നു സാർ. ഗോവിന്ദ, താങ്കളെ പറ്റി പ്രൊഡ്യൂസേഴ്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ എപ്പോഴും സെറ്റിൽ ലേറ്റായിട്ട് വരുമെന്ന്. ദിവസവും ലേറ്റായിട്ട് വരുന്നത് താങ്കൾക്കൊരു ശീലമാണെന്ന്. ഞാൻ ഒരിക്കലും സമയത്ത് എത്തിയിട്ടേ ഇല്ല. ഈ കുറ്റാരോപണം ഞാൻ സമ്മതിക്കില്ല സാർ, ഞാൻ സമ്മതിക്കില്ല. താങ്കൾ ആപ്കി അദാലത്തിൽ വരാൻ പോലും 25 വർഷങ്ങളല്ലേ എടുത്തത്? ശരിക്കും ഞാൻ ആദ്യമേ ഈ ആപ്കി അദാലത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചതാണ്. 2017 പോലും ഞാൻ ഇതിൽ വരണമെന്ന് ആഗ്രഹിച്ചു. താങ്കളുടെ സ്പെഷ്യാലിറ്റി ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം, താങ്കളുടെ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കളെപ്പോലെ ഒരു ഡാൻസർ ആരുമില്ല. താങ്കളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഡാൻസ് കളിക്കാൻ താങ്കൾ എവിടെ നിന്നാണ് പഠിച്ചത്? ഞാൻ മുഗൾ രാജാവെന്ന് നേരത്തെ ഉദ്ദേശിച്ചത് നിങ്ങളെയും കൂടിയാണ്, മനസ്സിലായോ? അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സെറ്റിൽ നിന്ന് 2ാമത്തെ സെറ്റിലേക്കും 2ാമത്തെ സെറ്റിൽ നിന്ന് 3ാമത്തെ സെറ്റിലേക്കും 3-4 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യും. ചെറിയ പടങ്ങളായ സമയത്ത് അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ഒരുപാട് സെറ്റുകളിലേക്ക് ഒരേ സമയത്തിന് പോയിട്ടുണ്ട്. 3-4 സെറ്റുകളിൽ ഞാനിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് ഈ സ്റ്റെപ്പ് ഞാൻ നേരത്തെ സെറ്റ് ചെയ്തതല്ലേ, ദാ ഇവിടെയും ചെയ്യുന്നു അവിടെയും ചെയ്യുന്നു, അങ്ങനെ റിപ്പീറ്റ് ആകുന്നത് വളരെ നല്ലല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷേ സിനിമയുടെ സ്റ്റൈലും ഒന്ന് തന്നെയാണ്, അതും റിപ്പീറ്റ് ചെയ്യല്ലേ എന്നും കൂടി കരുതി. ഞാനന്ന് ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സൊക്കെ വ്യത്യസ്തങ്ങളായിരുന്നു. എൻ്റെ കൂടെ അഭിനയിച്ച ഹീറോയിൻസ് എല്ലാം ഞാൻ പറയുന്ന പോലെ ചെയ്യുമായിരുന്നു. ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ നിങ്ങളും ഫോളോ ചെയ്യാൻ പറയുമായിരുന്നു. എൻ്റെ പടങ്ങൾ നോക്കുകയാണെങ്കിൽ 1000 ഡസനോളം പടങ്ങൾ ഹിറ്റാണ്. എല്ലാം ഹിറ്റായിരുന്നു. പിന്നെ താങ്കളെക്കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. താങ്കളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലും വളരെ വ്യത്യസ്തമാണെന്ന്. മഞ്ഞൾ കളർ കോട്ട്, പർപ്പിൾ കളർ ഷർട്ട്, പിന്നെ വെള്ള കളർ ഷൂ. നിങ്ങൾ ഇപ്പോൾ വരുന്ന സിനിമകളൊക്കെ കാണാറുണ്ടല്ലോ.
ഞാൻ ഡ്രസ് ഇട്ടിരിക്കുന്നത് കണ്ട് നിങ്ങളൊക്കെ എനിക്ക് നന്ദി പറയൂ. ഇപ്പോഴൊക്കെ രൺവീർ സിംഗും ഇതുപോലത്തെ സ്റ്റൈലിലാണ് ഉള്ളത്. രൺവീർ സിംഗിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ ആണെന്നാണ്. നിങ്ങളുടെ അടുത്ത സിനിമ ഏതാണെങ്കിലും നിങ്ങൾ അതിൽ സക്സസ് ആകണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഒരു ആർട്ടിസ്റ്റിന് അത്യാവശ്യമായിട്ട് വേണ്ടത് അയാളുടെ ശരീരഭാഷയും വളരെ വ്യക്തതയും സ്റ്റൈലും ഇതാണ് വേണ്ടത്. പക്ഷേ അയാളുടെ ഉള്ളിൽ ഗർവം എന്നുള്ള കാര്യം ഉണ്ടാവാനേ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. ഇപ്പോഴാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ. ഇങ്ങനെ തന്നെ കഷ്ടപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ഒരു വലിയ സ്റ്റാറായി മാറും. ഹീ ഈസ് മൈ ഫേവറേറ്റ്. അതുപോലെ താങ്കളെ പറ്റി മറ്റൊരു കാര്യമുണ്ട്. അതായത് താങ്കൾ കോമഡിയൻസിന് ധാരാളം നഷ്ടം ഏർപ്പെടുത്തി. കാരണം കോമഡിയൊക്കെ താങ്കൾ തന്നെ അങ്ങ് ചെയ്യുക. കാരണം എൻ്റെ പടത്തിൽ ഒരുപാട് കോമഡി ഉണ്ടാകും, പക്ഷേ അതൊന്നും കോമഡി പടങ്ങളല്ല. ദിലീപ് സാർ ഒരിക്കലും എന്നോടൊരു കാര്യം പറഞ്ഞു, ഗോവിന്ദ നീ ഒരിക്കലും ട്രാജഡി പടങ്ങൾ ചെയ്യരുത്. സോ എനിക്ക് ഇതാണ് സ്യൂട്ടാവുന്നത്. കോമഡി പടങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ 14-15 വർഷങ്ങൾ ഞാൻ ടോപ്പിൽ തന്നെയായിരുന്നു. ജനങ്ങളുടെ മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കളോടൊപ്പം അഭിനയിക്കുന്ന ഹീറോയിൻസ് എല്ലാം, അതായത് താങ്കൾ നോക്ക്, നീലം താങ്കളോടൊപ്പം 10 സിനിമ അഭിനയിച്ചിട്ടുണ്ട്, കരീഷ്മയോടൊപ്പം 10 സിനിമ അഭിനയിച്ചിട്ടുണ്ട്, രവീന ടാൻഡനൊപ്പം 10 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ കരിയർ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ കരിയർ പ്ലാൻ ചെയ്യുന്നത്? ഹീറോയിൻസിനോടൊപ്പം 10 സിനിമകൾ, പക്ഷേ അമിതാഭ് ബച്ചൻ സാറിനോടൊപ്പം 2 സിനിമകൾ മാത്രം. ഇതിനെന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ അമിതാഭ് ബച്ചൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പേടിച്ച് അദ്ദേഹത്തിനോടൊരു കാര്യം ചോദിച്ചു. സാർ എന്നോട് ക്ഷമിക്കണം, ഞാനൊരിക്കലും ടൈമിന് വരുന്ന ആളല്ല, എനിക്കൊരിക്കലും വരാനും കഴിയില്ല എന്ന് പറഞ്ഞു. അമിതാഭ് ബച്ചൻ സാർ പഞ്ച്വാലിറ്റിക്ക് അതെ, വളരെ 100% സത്യമാണ് സാർ. അദ്ദേഹത്തെ പോലെ ഒരാള് കറക്റ്റ് സമയത്തിന് വരുന്നു, അദ്ദേഹത്തിനോട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ കൂടെയുള്ളവര് എന്താണ് പറയുന്നത് അറിയാമോ? അവൻ ടൈമിന് വരില്ല, ടൈമിന് വരുന്ന ആളല്ല. അവര് കയ്യിൽ വാച്ച് നോക്കിയാണ് പറയുന്നത്. അമിതാഭ് ബച്ചൻ സാർ എത്രയോ വലിയൊരാളാണ്, അദ്ദേഹം കറക്റ്റ് സമയത്ത് വരുന്നു. പക്ഷെ ഇവനുണ്ടല്ലോ, അവൻ ഒരിക്കലും കറക്റ്റ് സമയത്ത് വരില്ല. പക്ഷെ ഞാൻ അമിതാഭ് ബച്ചൻ സാറിൻ്റെ അടുത്ത്, സാർ ദയവേദി ഇവരുടെ അടുത്ത് എന്നെ ഒന്ന് രക്ഷിക്കാൻ പറഞ്ഞു. ഇവര് സാറിനെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്, അതേസമയം എന്നെ ഒരുപാട് വഴക്കും പറയുന്നു. ന്യൂസ് പേപ്പറിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെയാണെന്ന്. സോ അദ്ദേഹത്തിനോട് ഞാൻ ആദ്യം ക്ഷമ പറഞ്ഞു, പിന്നെ സിനിമ ചെയ്തു. പിന്നെ സൽമാൻ ഖാനോടൊപ്പം താങ്കൾ 2 സിനിമ മാത്രമേ ചെയ്തുള്ളൂ. സൽമാൻ ഖാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതായത് ഒരു പ്രോബ്ലം ഇല്ല, ഐ ലവ് ഹിം. ഐ ഫീൽ ഹീസ് എ വെരി നൈസ് പേഴ്സൺ, വെരി ഗുഡ് ആക്ടർ. അദ്ദേഹം ആപ്തി അദാലത്തിൽ വരുന്ന സമയത്ത് പബ്ലിക് അവരോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബെസ്റ്റ് ആക്ടർ ആരാണെന്നുള്ള ചോദ്യം. അതിന് അദ്ദേഹം ഗോവിന്ദ എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. രൺബീർ പിന്നെ സൽമാൻ, രണ്ടുപേരും ടോപ്പിൽ തന്നെയുള്ളേ. നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോഴല്ലേ സർ ഷാറുഖ് ഖാൻ സാറിന്റെ കൂടെയുള്ള സാറിന്റെ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞത്? അവർ റൊമാൻസ് കിങ് ആണ്, നിങ്ങൾ കോമഡി കിങ് ആണ്. ഞങ്ങൾ എന്തെങ്കിലും ഒരു റോം കോം മൂവി പ്രതീക്ഷിക്കാമോ? നിങ്ങൾ രണ്ടുപേരെയും ഒരേ സ്ക്രീനിൽ കാണാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ സർ? ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എടുക്കുന്ന പടങ്ങളൊക്കെ പ്രൊഡ്യൂസർ അല്ല തയ്യാറാക്കുന്നത്, അത് നിങ്ങൾക്ക് അറിയാലോ. ആരാണോ ഹീറോ അവരാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്കോ അവർക്കും നല്ല നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലേ? സൽമാൻ ഖാന് ഓൺ പ്രൊഡക്ഷൻ ഉണ്ട്, അമീർ ഖാനും ഉണ്ട്, ഷാറുഖ് ഖാനും ഓൺ പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ അമിതാഭ് ബച്ചൻ സാറിന്റെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട, ഫുൾ ഇൻഡസ്ട്രിയും അദ്ദേഹത്തിൻ്റെതാണ്. സോ അങ്ങനെയുള്ളപ്പോൾ ഇതുപോലൊരു ക്യാരക്ടറും ഒരു സ്റ്റോറിയും ഉണ്ടെങ്കിൽ അവർ വന്ന് എന്നോട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും അഭിനയിക്കും. ഷുവർ. എന്റെ ചോദ്യം എന്താണെന്നാൽ നിങ്ങളുടെ പേരെങ്ങനെ ചീച്ചിയെന്ന് വെച്ചു? അത് ഞാൻ പിറക്കാൻ വേണ്ടി അമ്മ ഒരു വലിയ പ്രാർത്ഥന നടത്തിയിരുന്നു. അമ്മയുടെ മുടിയെല്ലാം എടുത്തു, പിരികമെല്ലാം എടുത്തു. അതിനുശേഷമാണ് അറിഞ്ഞത് അമ്മ പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെ ഞാനൊരു മഹർഷിയുടെ പുത്രനായി. അതിനുശേഷം ഞാൻ ഈ ഭൂമിയിൽ പിറക്കുന്ന സമയത്ത് അമ്മ വലിയ വേദനയിലായിരുന്നു.
അമ്മയുടെ സമയത്ത് അമ്മ വലിയൊരു സ്റ്റാർ ആയിരുന്നു, അച്ഛൻ ഹീറോയുമായിരുന്നു. അവരുടെ ആ കഷ്ടകാല സമയത്ത് അവർ ഒരു ഫോട്ടോ വെച്ചിരുന്നു. ഭഗവാൻ കൃഷ്ണൻ ചെറുവിരലുകൊണ്ട് ഗോവർദ്ധന പർവ്വതം ഉയർത്തിയിരുന്ന ഫോട്ടോ. ജിജി എന്നൊരു വാക്ക്, അതിനെ ഇംഗ്ലീഷിൽ ആ വാക്കിനെ എലഗന്റ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനെ പഞ്ചാബി ഭാഷയിൽ ചീച്ചി വിരലെന്ന് പറയും. അതുപോലെ ഈ ചെറുവിരലിനെ ശക്തിയുള്ള വിരലെന്ന് പറയും. അതുകൊണ്ട് എപ്പോഴും എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആ കാരണം കൊണ്ട് തന്നെ ആയിരിക്കും ഭഗവാന്റെ പേര് തന്നെ വെച്ചത്. അത് തന്നെയാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇദ്ദേഹത്തോടുള്ള ചോദ്യങ്ങളും അതിനുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവും നമുക്ക് തുടരാം. താങ്കൾ ഇത്രയും ഹീറോയിൻസിലൂടെ വർക്ക് ചെയ്തിട്ടും താങ്കൾക്ക് ആരോടും ഒരു പ്രേമമൊന്നും തോന്നിയില്ലേ? ഇതൊന്നും അങ്ങനെ ഓപ്പണോടെ പറയാൻ പറ്റില്ല സാർ. സുനിത ഈ പ്രോഗ്രാം കാണും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥി സൂപ്പർ സ്റ്റാർ ഗോവിന്ദ. ഇദ്ദേഹം 33 വർഷങ്ങളായി ജനങ്ങളെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിനെ നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. ആപ്കി അദാലത്തിലെ അടുത്ത ചോദ്യം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഗോവിന്ദയുടെ മേലുള്ള കുറ്റാരോപണം: ഇദ്ദേഹം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല. താങ്കൾ ചെയ്തതിൽ സൂപ്പർ ഹിറ്റ് മൂവി ഏതാണെന്ന് വെച്ചാൽ താങ്കളുടെ സുഹൃത്ത് ഡേവിഡ് ധവാനോടൊപ്പം ചേർന്ന് 17 മൂവി ചെയ്തിട്ടുള്ള അതെല്ലാം തന്നെ ഹിറ്റാണ്. രാജാബാബു, കൂലി നമ്പർ 1, ഷോളർ ഷബ്നം, ബെഡേ മിയ ചോട്ടാ മിയ, പാർട്ട്ണർ, ഇതെല്ലാം തന്നെ സൂപ്പർ ഹിറ്റാണ്. എന്നിരുന്നാലും പല വർഷങ്ങളായി താങ്കൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് പോലുമില്ല. ആ, അദ്ദേഹത്തിന്റെ മകൻ അവരോടൊപ്പം ചേർന്ന് 17 സിനിമയിൽ അഭിനയിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം എന്നോട് ചോദിക്കാം. ഉറപ്പായും അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് 17 സിനിമകൾ അഭിനയിക്കില്ല. കാരണം അവൻ ഡേവിഡ് ധവാന്റെ മകനാണ്, പഠിച്ചവനാണ് അവൻ. 17 പടം ചെയ്തതുകൊണ്ട് ആർട്ടിസ്റ്റിന് എന്ത് സംഭവിക്കാനാണ് പോകുന്നത്? അതാണ് എനിക്കറിയാത്തത്. ഇതപ്പോൾ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ജയ് ദത്ത് ഒരു പഞ്ചാബിയാണ്. ഞാൻ ആ സമയത്ത് ഒരുപാട് പഞ്ചാബികൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. എവിടുന്നൊക്കെയോ കുറേ പഞ്ചാബീസ് വന്നു, അവർക്കെല്ലാം ഞാൻ ജോലി കൊടുത്തു. അങ്ങനെ തന്നെയാണ് ഡേവിഡ് ധവാനും വന്നത്. വളരെ നന്നായിട്ട് സെറ്റായി. ഞാനതാണ് വിചാരിച്ചെന്നാൽ അദ്ദേഹം ഒരുപാട് പടങ്ങൾ ഹിറ്റാക്കുമെന്ന് കരുതി. ഉറപ്പായും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അദ്ദേഹവും ഞാനും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. എൻ്റെ ബന്ധുക്കാരുടെ അടുത്ത് പോലും അത്ര അടുപ്പം എനിക്കുണ്ടായിരുന്നില്ല. ശരിക്കും അങ്ങനെ ആയിരുന്നു. എൻ്റെ ചേട്ടൻ ഒരു ഡയറക്ടറാണ്. ഇതുവരെയായി ഞാൻ അദ്ദേഹത്തിനൊപ്പം 17 പടങ്ങൾ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് ഞാൻ 17 സിനിമകൾ ചെയ്തതിന് ശേഷം ഞാൻ ചസ്മ ബദൂറിൻ്റെ ഒരു സബ്ജക്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു. ആ പ്രോജക്റ്റ് ഋഷി കപൂർ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാനായി കോൾ ചെയ്തു. അദ്ദേഹം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു. ഞാനെന്തിനു മനസ്സിലാക്കണം? നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മര്യാദയ്ക്ക് ചെയ്യാനായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഷൂട്ടിംഗ് തുടങ്ങി, ഇതിനെപ്പറ്റി ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, നല്ല ബുദ്ധിശാലിയാണ്. പക്ഷേ അപ്പോൾ എൻ്റെ സെക്രട്ടറി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പൊളിറ്റിക്സിൽ നിന്ന് കുറച്ച് വിട്ടകന്ന് നിൽക്കുന്ന സമയമായിരുന്നു. ഇയാൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് കേൾക്കണം. അതുകൊണ്ട് ഫോണ് സ്പീക്കറിലിടാനായിട്ട് ഞാൻ അയാളോട് പറഞ്ഞു. ഞാൻ പറയുന്ന സമയത്ത് ഡേവിഡിൻ്റെ ഫോണ് ഓണിൽ തന്നെയായിരുന്നു. ആ ഫോണിൽ നിന്ന് ഞാൻ കേട്ട കാര്യം, ചീച്ചി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് വർക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഏതെങ്കിലും ചെറിയ റോൾ കിട്ടുകയാണെങ്കിൽ ചെയ്തോട്ടെന്നും പറഞ്ഞു. ആ കാര്യം എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അതിനുശേഷം വർക്ക് ചെയ്യേണ്ടെന്ന് ഞാനും തീരുമാനിച്ചു. 4-5 മാസത്തേക്ക് സംസാരിക്കുക വേണ്ടെന്ന് പോലും ഞാൻ തീരുമാനമെടുത്തു. 4-5 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഫോൺ ചെയ്തു. ശരി വരൂ, വന്നിട്ട് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എങ്കിലും ചെയ്യാൻ പറഞ്ഞു. മനസ്സിനൊരാഗ്രഹം ഉണ്ടാവില്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ റോളിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ഷൂട്ടിങ്ങിന് വന്നിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം യാതൊരുവിധ റെസ്പോൺസും ഇല്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയേണ്ട കാര്യമോ? ഇതെല്ലാം തന്നെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യമാണ്. എൻ്റെ വാതിലുകൾ ആർക്ക് വേണ്ടിയും അടച്ചിടുകയാണെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ ഗോവിന്ദയാകും? പക്ഷേ ഗോവിന്ദ, താങ്കൾ ഖാദിർ ഖാന്റെ കൂടെയാണ് കൂടുതൽ പടങ്ങൾ ചെയ്തിരിക്കുന്നത്.
41 സിനിമ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. സർ, അദ്ദേഹം റൈറ്ററായി വർക്ക് ചെയ്ത പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായി മാറിയിട്ടുണ്ട്. ആദ്യം ജിതൻ സാറിൻ്റെ കൂടെയും അമിതാഭ് ബച്ചൻ സാറിൻ്റെ കൂടെയും വർക്ക് ചെയ്തു. അപ്പോൾ അമിതാഭ് ബച്ചൻ സാറിൻ്റെ എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു. അതിനുശേഷം അദ്ദേഹം ജിതേന്ദ്ര സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അതും എല്ലാം സൂപ്പർ ഹിറ്റ്. അതിനുശേഷം മിഥുൻ ചക്രവർത്തി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അതും എല്ലാം സൂപ്പർ ഹിറ്റ്. അതിനുശേഷം എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതും സൂപ്പർ ഹിറ്റ്. എല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. പക്ഷേ അദ്ദേഹം അസുഖബാധിതനായ ഉള്ള സമയത്ത് പിന്നീട് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഗോവിന്ദൻ 41 പടങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. പക്ഷെ ഒരു പ്രാവശ്യം പോലും അച്ഛനെക്കുറിച്ച് ചോദിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും താങ്കൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. ഉറപ്പായും ഇതിന് മറുപടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്നോട് ക്ഷമിക്കണം. ഉള്ളത് പറഞ്ഞാൽ ശരിക്കും അദ്ദേഹം ഒരു സോഫ്റ്റായ നേച്ചറാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചെറിയ കാര്യം പറഞ്ഞാൽ പോലും വളരെ പെട്ടെന്ന് അഫക്റ്റ് ആകും. അദ്ദേഹം ഒരു ദൈവിക പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇങ്ങനെയുള്ള ദൈവിക പുസ്തകം എഴുതുമ്പോൾ അതൊരു പെണ്ണുകൊണ്ട് എഴുതാൻ പാടില്ല എന്ന് ഒരു നിയമമുണ്ടെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ആ നിയമം മറികടന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന ജോലിയും ഇതും തമ്മിൽ സെറ്റ് ആകില്ലെന്നും ഞാൻ പറഞ്ഞു. ഞാൻ അറിയാതെ പറഞ്ഞുപോയി. എന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്താണ് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോ പറഞ്ഞാൽ ഡയറക്ടർ ഒന്ന് എന്നെ വഴക്ക് പറയുന്നതാണ് കരുതിയത്. കാദർഖാനെ പോലെ ഒരാളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ. എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഒരു ദൈവിക പുസ്തകം പെണ്ണുകൊണ്ട് എഴുതുക എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം ചെയ്തത് കൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കരിയറും ഒരുപാട് മാറിപ്പോയി. ആ സമയത്ത് അദ്ദേഹം എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. വഴക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതെന്നിൽ ശരിക്കും പ്രയാസം ഉണ്ടാക്കി. അദ്ദേഹം എൻ്റെ ഗുരു ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വഴക്കൊക്കെ ഞാൻ സൈലൻ്റായിട്ട് കേട്ടുകൊണ്ടിരുന്നു. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാനൊരു 3-4 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. എനിക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഞാൻ പക സൂക്ഷിക്കാറില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ ഞാൻ ഗോവിന്ദ അല്ലാതായി പോവില്ലേ? ഇങ്ങനെ കൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ ആ കൈ കൊടുത്തിരിക്കും. അങ്ങനെയല്ലെങ്കിൽ ഗോവിന്ദയല്ല. അതാണ്, ഗോവിന്ദ ഒരിക്കലും മാറില്ല സർ. ഞാൻ 3-4 പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷേ ഒരിക്കലും അത് വിജയിച്ചില്ല. അദ്ദേഹം ഒരു സോഫ്റ്റ് നേച്ചറാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയും മോശമായി. ഇപ്പൊ ആർക്കെങ്കിലും പടങ്ങളെക്കുറിച്ചോ എന്റർടൈൻമെന്റിനെ കുറിച്ചോ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഏത് ഹീറോയിന്റെ പേര് കേട്ടാലാണ് നിങ്ങൾക്ക് നാണം വരിക? അതെ, പേടിക്കുക. അത് എൻ്റെ വൈഫിനോട് ചോദിച്ചിട്ടുണ്ട്. ആരുടെ പേരെടുത്താലും നിങ്ങൾ അങ്ങനെ നാണിക്കാറില്ലല്ലോ, ഏതെങ്കിലും ഹീറോയിനായിട്ട് അഫയർ ഉണ്ടെന്നുള്ള റൂമറും വന്നിട്ടില്ലല്ലോ, ഇതെന്താ കാര്യമെന്ന്. സർ, എൻ്റെ വൈഫ് ശരിക്കും ഒരു സാധാരണ വൈഫാണെന്ന് പറയാൻ പറ്റില്ല. അവള് എവിടെ പോയി, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്താ ഇത്ര ലേറ്റ് ആയിട്ട് വന്നത്, ഇങ്ങനെയൊക്കെ പെരുമാറിയിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ഫിലിം ഇൻഡസ്ട്രി വിട്ട് വെളി വന്നേനെ സർ. താങ്കൾ ഇത്രയും ഹീറോയിൻസിലൂടെ വർക്ക് ചെയ്തിട്ടും താങ്കൾക്ക് ആരോടും ഒരു പ്രേമമൊന്നും തോന്നിയില്ലേ? ഇതൊന്നും അങ്ങനെ ഓപ്പറോടെ പറയാൻ പറ്റില്ല സാർ. സുനിത ഈ പ്രോഗ്രാം കാണും. ഇതിന് എൻ്റെ അടുത്ത് മറുപടി ഇല്ല സാർ. നോക്കൂ, തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് കാണാതിരിക്കില്ല. കരീഷ്മ കപൂർ താങ്കളോടൊപ്പം 10 സിനിമ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവർ ഹിന്ദി നന്നായി സംസാരിക്കുന്നു, ആക്ടിങ് നന്നായി ചെയ്യുന്നു. ഇതിന്റെ ക്രെഡിറ്റ് എനിക്ക് ഈ TV ഷോയിൽ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഞാൻ കരിഷ്മയോടൊപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു TV ഷോയിൽ. അതായത് പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇതുപോലൊരു TV ഷോയിലാണ് അവർ പറഞ്ഞത്. അതായത് ഗോവിന്ദ, അദ്ദേഹം എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്, അതുപോലത്തെ സ്നേഹമാണ് എന്നോട് കാണിക്കുന്നതെന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഹലോ, നമ്മൾ ഹീറോയിനാണ്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്റെ അച്ഛനൊന്നും അല്ല മോളെ, നമ്മൾ എന്ത് മാത്രം റൊമാൻസ് ചെയ്തിട്ടുണ്ട്, ആളുകളൊക്കെ ഇത് കണ്ടാൽ എന്താ വിചാരിക്കുകയെന്ന്. ശരിക്കും അവള് ഭയങ്കര നിഷ്കളങ്കയാണ്, പാവമാണ്, നല്ല ബുദ്ധിയുള്ളവളുമാണ്. അത് മാത്രമല്ല നല്ല ഹാർഡ് വർക്കായ പെണ്ണുമാണ്. അവള് വന്നിരിക്കുന്നത് അത്രയും വലിയൊരു കുടുംബത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കുകയില്ല. ശരിക്കും അതാണ് സത്യം.
താങ്കളുടെ ബെസ്റ്റ് കോസ്റ്റാർ എന്ന് വെച്ചാൽ അത് ആരെ പറ്റി പറയും? കോസ്റ്റാർ ആസ് എ ഹീറോ എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം എൻ്റെ പടം ഓടിയിട്ടേ ഇല്ല. പക്ഷെ അവരെ എനിക്ക് ഇഷ്ടമാണ്. ശില്പ ഷെട്ടിയോടൊപ്പം അഭിനയിച്ച പടങ്ങൾ പോലും ഓടിയിട്ടില്ല. പക്ഷെ പടത്തിലെ പാട്ടൊക്കെ ഹിറ്റാണ്. സോ റിലേഷൻഷിപ്പ് ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. സ്നേഹം മാത്രം മതി. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു റിലീഫിന് വേണ്ടി കുറച്ച് ബ്രേക്ക് എടുക്കാമെന്ന് കരുതുന്നു. നന്ദി സാർ. ഐ റിക്വയർഡ്. ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ ഗോവിന്ദയോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരം അദ്ദേഹം നൽകുന്നതായിരിക്കും. താങ്കൾക്ക് ആദ്യമായി കല്യാണം നടന്നപ്പോൾ കല്യാണം നടന്ന കാര്യം പോലും 4 വർഷം ആരോടും പറഞ്ഞില്ല. അതെ സാർ, 4 വർഷം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ആ 4 വർഷം ഞാൻ എല്ലാവരിൽ നിന്നും അതെ സാർ. ആ സമയത്ത് എനിക്ക് സിനിമകളൊന്നും കിട്ടുന്നില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ പടമൊന്നും കിട്ടില്ല അല്ലേ. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ വീടില്ല. വെൽക്കം ബാക്ക്. ആപ്കെ അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ഹീറോ നമ്പർ 1 സൂപ്പർ സ്റ്റാർ ഗോവിന്ദയാണ്. ആപ്കെ അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കെ അദാലത്തിൽ ഫിലിം സ്റ്റാർ ഗോവിന്ദയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് അന്ധവിശ്വാസമുണ്ട് എന്നുള്ളതാണ്. ഗോവിന്ദ, താങ്കളുടെ പടം ഹിറ്റാകാൻ വേണ്ടി താങ്കളുടെ പേര് വരെ മാറ്റിയെന്നറിഞ്ഞു. അത് സത്യമാണോ? ചില സമയങ്ങളിൽ ഗോവിന്ദ്, പിന്നെ ഗോവിന്ദ് രാജ്, ചില സമയങ്ങളിൽ ഗോവിന്ദ് അരുൺ. ഇതിൽ വാസ്തവമുണ്ടോ? അതെ, അത് വാസ്തവമാണ്. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫിലിം ലൈനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഫിലിമി ആയിട്ടുള്ള പേര് വെക്കണമെന്ന്. പടത്തിൽ ഫേക്കിൽ പേര് വെച്ചവരൊക്കെ ടോപ്പിൽ പോയിട്ടുണ്ട്. ദിലീപ് സാറിന്റെ പേര് യൂസഫ് ഖാൻ എന്നാണ്, ഫേക്കായ പേരാണ്. മിഥുൻ ചക്രവർത്തിയുടെ പേരും ഫേക്കായ പേരാണ്. അക്ഷയ് കുമാറിന്റെ പേര് ഒറിജിനൽ അല്ല. നരേഷ് ഖന്ന ഒറിജിനൽ അല്ല. ജിതേന്ദ്രൻ ഒറിജിനൽ അല്ല. ധർമ്മേന്ദ്രൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഗോവിന്ദൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഗോവിന്ദ്, അതായത് ഞാൻ എന്താണ് വിചാരിച്ചെന്ന് വെച്ചാൽ 27 ആണ് എൻ്റെ ലക്കി നമ്പർ. എനിക്കതിന് വേണമെന്ന്. സോ ടോട്ടൽ നമ്പർ 9 വരും. സോ എനിക്ക് നമ്പർ 9 വന്നു. ഗോവിന്ദ് എന്ന പേരും നമ്പർ 9 തന്നെ വരുന്നു. അത് ന്യൂമറോളജി നമ്പറാണ്. ന്യൂമറോളജി പ്രകാരം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അത് തന്നെ ചെയ്തു. ഗോവിന്ദ് എന്ന പേര് വന്നു. അതങ്ങ് സെറ്റായി. ആദ്യം എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എന്താ ആലോചിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ അതെല്ലാം ഹിറ്റായ ശേഷം എല്ലാവരും പറഞ്ഞു, ഗോവിന്ദ നീ തകർത്തല്ലോ എന്ന്. ഫിലിം ലൈനിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഒരുപാട് ആൾക്കാർ എന്നെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ എപ്പോൾ നോക്കിയാലും പൂജ, നമസ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതും ഇതെന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പറയുന്നത് തന്നെ ശരീരത്തെ കല്ലും വെച്ചുകൊണ്ടാണ് കറങ്ങുന്നത്. അമിതാഭ് ബച്ചൻ സാറ് പോലും കല്ല് വെച്ച മോതിരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും പേടിക്കുകയാണ്. സഞ്ജയത്തും ധരിച്ചിട്ടുണ്ട്, ചോദിക്കണോ? വേണ്ടല്ലോ. സൽമാൻ ഭായും കൂടി അങ്ങനെ തന്നെയാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണ്. മറ്റൊരു കഥയും പറയുന്നുണ്ട്. ഒരുപക്ഷെ ഗോവിന്ദ 3 പേരെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരോടൊപ്പം 4ാമതൊരാൾ വന്നാൽ താങ്കൾ പിന്നിലെ കഥവ് വഴി ഓടുന്നു. അല്ലല്ല, ഒരിക്കലും അങ്ങനെയല്ല. നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 3 പേര് കാണാമെന്ന് പറഞ്ഞ് വന്നിട്ട് 4ാമതൊരാൾക്ക് എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുക? ഇത് ശരിക്കും വാസ്തു എന്ന കാര്യത്തെ എല്ലാവരും തെറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നെ കുറ്റം പറയുന്നവരെ നോക്കുകയാണെങ്കിൽ അവരുടെ വീടെല്ലാം വാസ്തു നോക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ദാ ഇവിടുത്തെ ഈ കഥക് ദാ ഇങ്ങനെ ഇരിക്കണം, ഈ ജനൽ ദാ ഇങ്ങനെ ഇരിക്കണം, ഈ ജനൽ ഈ ഭാഗത്തിരിക്കണം, ഈ ക്ലോക്ക് അല്ല. എന്താ ഇത്? നിങ്ങൾക്കെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാം. പക്ഷെ ഗോവിന്ദ് ചെയ്താൽ മാത്രം അത് തെറ്റാണ് അല്ലേ? മറ്റൊരു കാര്യം, മറ്റൊരു സ്റ്റോറിയും പറഞ്ഞു കേട്ടു. ഒരു പടം സൂപ്പർ ഹിറ്റ് ആകാൻ വേണ്ടി താങ്കൾ സെറ്റിൽ കോഴിയെ ബലി നൽകിയെന്ന് പറഞ്ഞു. നോക്ക്, ഇതാരോ വലിയ റൂം ഇറക്കിയിരിക്കുന്നതാണ്. സെറ്റിൽ ഇങ്ങനെ നടന്നു. അതായത് കോഴിയാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. അന്ന് സെറ്റിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും വല്ലാതെ പേടിച്ചിരുന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും നോക്കുകയാണെങ്കിൽ എല്ലാവരും മഹർഷിമാരെയും സന്യാസിമാരെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ചില സമയത്തൊക്കെ സന്യാസിമാർ പറയാതെ കയറി വരാറുണ്ടായിരുന്നു. ഗോവിന്ദ എന്താ ടച്ച്? ഞാൻ ചോദിക്കാൻ ടച്ച് ചെയ്ത് എന്താ സംഭവിക്കാന്ന്? അല്ല, പൂജയൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയും. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ബലി കൊടുക്കും. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് രഹസ്യമായി പോയി ചെയ്യുമെന്ന്. ഇതിങ്ങനെ 10 പേരുടെ മുന്നിൽ ഓപ്പണായിട്ട് ചെയ്താൽ എന്നെയല്ലേ ആൾക്കാർ പറയുകയുള്ളൂ. ഒന്നുകിൽ എന്നെ ഫെയിം ചെയ്യാൻ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം ശരിക്കും നല്ല പ്ലാനിങ് വഴിയാണ് നടക്കുന്നത്. കോഴി ആരാ കൊണ്ടുവന്നേ?
ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കോഴി ആരാണ് കൊണ്ടുവന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് സാർ മറുപടി പറയുക? പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, താങ്കൾക്ക് ചുവപ്പ് നിറം പേടിയാണെന്ന്. നിങ്ങൾ തന്നെ പറയൂ, പടത്തിലെ റെഡ് ദുപ്പട്ട സോങ് ആരാണ് പാടിയത്? പാട്ടാരാണ് പാടിയത്? ആ, അതിനുശേഷം ലാൽ ചുനരിയ വാൽപത്രി ലാജാരെ, അതും എന്റെ പടത്തിലെ പാട്ടല്ലേ? ഇതെല്ലാം റെഡ് തന്നെയല്ലായിരുന്നു? അപ്പോ ഈ റെഡ് വേറെ ആ റെഡ് വേറെ എന്നാണോ? ഇതൊക്കെ എവിടുന്ന് വന്നു? ശരി, വേണമെങ്കിൽ ആ പാട്ടിൽ നിന്ന് റെഡ് കളർ അങ്ങ് എടുത്ത് ശരി. മാറ്റിയേക്കാം. അതായത് താങ്കളുടെ 49ാമത്തെ വയസ്സിൽ വീണ്ടും വിവാഹം കഴിച്ചാൽ എന്തെങ്കിലും മായാജാലം ഉണ്ടോ? ആ, അതായത് സുനിതയുടെ ബന്ധുക്കൾ ആരും ഇവിടെ ഇരിപ്പില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണ് നടന്നത്. ഏതോ ഒന്ന് സംഭവിച്ചു, പക്ഷെ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ രണ്ടാം കല്യാണം അത് സംഭവിച്ചെന്നുള്ളത് ശരിയാണ്. എൻ്റെ അമ്മ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് 49 വയസ്സാണെങ്കിലും ശരി, നീ ഈ കല്യാണം വീണ്ടും ഒന്നുകൂടെ കഴിക്കണമെന്ന്. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. വീണ്ടും ലൈഫ് ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ 49ാമത്തെ വയസ്സിലും സുനിതയെ വീണ്ടും കല്യാണം കഴിച്ചത്. എല്ലാം സാമ്പ്രദായികമായ ചടങ്ങുകൾ വഴിയാണ് നടന്നത്. ഇപ്പോൾ ഒന്നിലും ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് ഞാൻ കരുതിയത്. അത് നടന്നു സാർ. ഇതിൽ യാതൊരു കുറ്റവും ഇല്ല സാർ. താങ്കൾക്ക് ആദ്യമായി കല്യാണം നടന്നപ്പോ കല്യാണം നടന്ന കാര്യം പോലും 4 വർഷം ആരോടും പറഞ്ഞില്ല. അതെ സാർ, 4 വർഷം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ആ 4 വർഷം ഞാൻ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. അതെ സാർ. ആ സമയത്ത് എനിക്ക് സിനിമകളൊന്നും കിട്ടുന്നില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ പടമൊന്നും കിട്ടില്ല അല്ലേ? കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ വീടില്ല. പിന്നെ കല്യാണം കഴിച്ചവരെയൊക്കെ എങ്ങനെയാ വീഴ്ത്തിയത്? അത് വളരെ രസകരമാണ് സാർ. അതായത് അവളാണ് എന്നെ ആദ്യം വീഴ്ത്തിയത്. ഞങ്ങളിപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തു വരികയായിരുന്നു. കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, ട്രാവലിംഗ് ടുഗദർ. അപ്പോൾ ഞാൻ അവളുടെ ദേഹത്ത് കൈവച്ചു. അവളതെടുത്ത് മാറ്റിയില്ല. അപ്പം ഞാനും അങ്ങനെ വെച്ചോണ്ടിരുന്നു. അപ്പോൾ എനിക്ക് അവളെ ശരിക്കും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളെ അങ്ങനെ പിടിച്ചോണ്ടേയിരുന്നു. അപ്പോൾ എനിക്കത് ശരിയെന്ന് തോന്നി. സാറല്ലേ, ഇത് കൊള്ളാലോ എന്ന് തോന്നി. അവൾ ശരിക്കും അതിസുന്ദരിയായിരുന്നു. അതുവരെ റൊമാൻസ് നടന്നിട്ടേ ഇല്ല. ശരിക്കും ഹീറോയിനൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. ശരി, എന്തായാലും നന്നായി എന്ന് ഞാൻ കരുതി. പിന്നെ കയ്യിൽ പിടിച്ചത് കൊണ്ട് ഞാൻ അവളെ തന്നെ പ്രേമിച്ച് കല്യാണവും കഴിച്ചു. താങ്കൾ എല്ലാ തീരുമാനങ്ങളും ആലോചിച്ച് ന്യൂമറോളജി നോക്കി ജ്യോത്സ്യം നോക്കി എടുക്കുന്നു. താങ്കൾ രാഷ്ട്രീയത്തിൽ പോകാനും ജ്യോത്സ്യക്കാരനാണോ പറഞ്ഞത്? സർ, ഈ തീരുമാനം എൻ്റേതായിരുന്നില്ല. അപ്പോൾ നാട്ടിലെ മഹാന്മാരായ സന്യാസിമാരൊക്കെ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോവിന്ദ, നീ 14ാമത്തെ ലോക്സഭയിലേക്ക് പോകൂ. വയസ്സായവരൊക്കെ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാറില്ല. 103 വയസ്സുള്ള ഒരാൾ ഫോൺ ചെയ്തിരുന്നു. അത് ഈ പടത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരുത്തനല്ലേ, അവൻ്റെ പേരെന്താണ്? ഗോവിന്ദ. ഗോവിന്ദ നീ തന്നെയാണോ? അതെ, അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അതെ, നീ വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് നമ്മളൊരു പൂജയൊക്കെ ചെയ്തിരുന്നില്ലേ? അത് നീ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? എന്താ, അത് മറന്നുപോയതാണോ? അന്ന് നിനക്ക് 14 വയസ്സുള്ളപ്പോൾ. അയ്യോ ബാബ, അത് നിങ്ങളാണെന്ന് ഞാൻ ചോദിച്ചു. അതെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഫോണിൽ കൂടി സംസാരിച്ചാൽ ഈ കാര്യങ്ങളൊന്നും ശരിയാവില്ലെന്ന് കരുതി ഞാൻ എൻ്റെ ആളുകളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചു. അദ്ദേഹം തന്നെ ആയിരുന്നു. നിങ്ങൾക്കൊക്കെ ശരിക്കും ആരെങ്കിലും MP ആയാൽ എന്താണ്, MLA ആയാൽ എന്താണ്? ഇവരൊക്കെ അതിന് ബിയോണ്ടാണ്. ഞാനും അവരുടെ കൂടെ ഉള്ള ഒരാൾ തന്നെയാണ്. എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും അവിടെ പോകാറില്ല. ഫസ്റ്റ് ആർട്ടിസ്റ്റായിരുന്നു, ഇപ്പോഴും ആർട്ടിസ്റ്റാണ്. എപ്പോഴും ഞാൻ ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ ഇത് എൻ്റെ ഫീൽഡല്ല. എന്തായാലും ഞാനവിടെ വന്നു. സോ ഞാൻ വന്നതുകൊണ്ട് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നോ
അതെല്ലാം ചെയ്യണമെന്ന് കരുതി. ചെയ്തു. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒക്കെ ഞാൻ ചെയ്തു. പക്ഷേ അതിനുശേഷം എനിക്ക് ആ കരിയർ ആവശ്യം വന്നില്ല. ഒരുപക്ഷെ അത് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പബ്ലിസിറ്റി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണോ? ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ചെയ്തേനല്ലോ. നിങ്ങൾ പൊളിറ്റിക്സിനെ ഉപേക്ഷിച്ചല്ലോ. ഇപ്പോൾ വീണ്ടും നിങ്ങൾ പൊളിറ്റിക്സിൽ ജോയിൻ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇപ്പോൾ 49, 49ാമത്തെ വയസ്സിൽ ഞാൻ പൊളിറ്റിക്സിൽ നിന്നും പുറത്തു വന്നു. ദാ ഇവിടുന്ന് വയറ് ഇപ്പോൾ അകത്തേക്ക് വന്നു. ഞാൻ പൊളിറ്റിക്സിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്റെ പല്ല് ഇങ്ങനെ ആയിപ്പോയി. സത്യം പറഞ്ഞ ഇപ്പൊ എല്ലാം കറക്റ്റായി മാറി. ഈ ഹെയർ സ്റ്റൈലൊക്കെ ഇപ്പോ വളരെ ക്ലീൻ ആയി മാറി. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 49 എങ്ങനെയാണ് ഇവൻ ഇങ്ങനെയായത്? അതുപോലെ ഞാൻ പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ അതായത് തീരെ ചെറുതായി പോയാ. അതായത് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒക്കെ നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾക്ക് അതിൽ എൻ്റർ ആകാം. നമ്മൾ ഗോവിന്ദയോട് എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു. ഫിലിം കരിയറിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ചോദിച്ചു, കോൺട്രവേഴ്സിയെ കുറിച്ച് ചോദിച്ചു. അതോടൊപ്പം അദ്ദേഹം നമ്മളെ ശരിക്കും എന്റർടൈൻ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ഇന്നത്തെ ആപ്കി അദാലത്തിൽ നല്ല എന്റർടൈൻ ചെയ്യുന്ന ഒരു വ്യക്തി, സൂപ്പർ സ്റ്റാർ, എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഗോവിന്ദയോടൊപ്പമാണ് ചെലവഴിച്ചത്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ ജഡ്ജി പ്രസിദ്ധ പത്രപ്രവർത്തകൻ KG സുരേഷിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. ഗോവിന്ദ്ജി, നിങ്ങൾ ഇന്ത്യൻ സിനിമാ ലോകത്തെ ഒരു ഫിനോമിനലായിട്ടുള്ള ഹീറോ ആണ്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നിങ്ങൾ ഡാൻസ് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ അവരെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഹീറോ എന്ന് പറഞ്ഞാൽ ഗാംഭീര്യത്തോടെ ഉണ്ടാവണമെന്ന് പറയാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു കൊമേഡിയൻ ഹീറോ എന്ന കോൺസെപ്റ്റ് നിങ്ങൾ സിൽവർ സ്ക്രീനിൽ കാണിക്കാൻ തയ്യാറായത്. ഒരുപക്ഷെ ബഡേ മിയ ആംഗ്രി യങ്മാൻ ആയിട്ടും ചോട്ടെ മിയ ഹാപ്പി യങ്മാൻ ആയിട്ടാണെങ്കിലും നിങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളെ ചിരിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങൾ, പാവപ്പെട്ടവർ, തൊഴിലാളികൾ, ഗ്രാമത്തിലെ യുവാക്കൾ നിങ്ങളുടെ പെർഫോമൻസും വിജയവുമൊക്കെ കണ്ടുകൊണ്ട് നിങ്ങളുടെ വിജയത്തെ അവരുടെ വിജയമായി കണക്കാക്കി. നിങ്ങളുടെ കടമകൾ നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ജനങ്ങളെ ഹൃദയം തുറന്ന് ചിരിപ്പിച്ചു, അവരെ സന്തോഷം കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു. നിങ്ങൾ അവരുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടി. ഇന്നും നിങ്ങൾ എല്ലാ കുറ്റാരോപണങ്ങൾക്കും മറുപടി വളരെ വ്യക്തമായി തന്നെ നൽകി. ഈ തലമുറയിലെ യുവാക്കളോട് നിങ്ങൾ യോഗ, പ്രാണായാമ ഇതിന്റെയൊക്കെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു. ഈ നീതിപീഠം താങ്കളെ എല്ലാ ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനായി അറിയിക്കുന്നു. അതിന്റെ കൂടെ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഇതേപോലെ എന്നും സിമ്പിളായിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക. നിങ്ങൾ ചിരിക്കുക, ഞങ്ങളെയും പുഞ്ചിരിപ്പിക്കുക, ഞങ്ങളെ നൃത്തമാടിക്കുകയും ചെയ്യുക. താങ്ക് യു. ജനങ്ങളുടെ മനസ്സ് കീഴടക്കി നമ്മളുടെ രാജ്യത്തിന്റെ പ്രശസ്തി ലോകം മുഴുവനും കൊണ്ടുപോയി ജനങ്ങളുടെ മനസ്സ് കീഴടക്കുമെന്നും ഗോവിന്ദ ഇതുപോലെ നമ്മളെ എന്റർടൈൻ ചെയ്യുമെന്ന വിശ്വാസത്തോടെയും ഇന്നത്തെ വിചാരണ നമ്മൾ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു അതിഥിയോടൊപ്പം നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.